3.1 ആംപിയറിൽ 12 വോൾട്ടിൻ്റെ 29 എച്ചിൻ്റെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. ഇത് ഡിജിറ്റൽ DC വോൾട്ട് ആംപിയർ മീറ്ററാണ്. ഇത് 2 സ്ട്രിപ്പ് കണക്ഷനാണുള്ളത്. വണ്ണം കൂടിയ വയർ, അതിൽ റെഡ് വയർ ആംപിയർ മെഷർ ചെയ്യാനും മറ്റ് വണ്ണം കുറഞ്ഞ 3 വയറുകളിൽ മഞ്ഞ വയർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ അതിലുള്ള റെഡും ബ്ലാക്കും പോസിറ്റീവ് നെഗറ്റീവാണ്, സപ്ലൈ കൊടുക്കുന്ന വയറുകളാണ്. ഇതിൽ 12 വോൾട്ട് സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിക്കുന്നത് ബക്ക് ഡൗൺ കൺവെർട്ടറാണ്. ഇതിൽ മാക്സിമം 40 വോൾട്ട് DC ഇൻപുട്ടിൽ കൊടുക്കാം. കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്കിതിൽ വോൾട്ടേജ് കൊടുക്കാം. ഇനി ഇതിൽ വോൾട്ടേജും ആംപിയറും അഡ്ജസ്റ്റ് ചെയ്യാൻ 2 പ്രീസെറ്റാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഈ ബോർഡിൻ്റെ ബാക്ക് വശത്ത് എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് വ്യക്തമായിട്ട് എഴുതി ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് നോക്കി കണക്ഷൻ കൊടുക്കാം. ഇനി വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സാണ്. നിങ്ങൾക്ക് നല്ല കേസാണെങ്കിൽ അത് മേടിച്ച് അസംബിൾ ചെയ്യാം. ഇനി ഇതൊക്കെ ഇതുമേൽ സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രീസെറ്റ് ഇവിടെ നിന്ന് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് 2 വയർ ഇട്ടിട്ട് ഈ കൺട്രോളിലേക്ക് സോൾഡർ ചെയ്യാം. അതുപോലെ ഇനി നടുക്കുള്ള LED അതും ഊരി എടുത്തിട്ട് വയർ വെച്ചിട്ട് ഇവിടെ സോൾഡർ ചെയ്യാം. ഇനി വേണ്ടത് 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ആണ്. ഇത് വോൾട്ടോമീറ്ററിലേക്ക് സപ്ലൈ കൊടുക്കാൻ ഉപയോഗിക്കാനാണ് എടുത്തിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജിൽ 12 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ റെഗുലേറ്റർ ICയുടെ ആവശ്യം വരില്ല. ഇവിടെ ഇൻപുട്ട് വോൾട്ടിൽ 19 വോൾട്ടാണ് ലാപ്ടോപ്പിൻ്റെ ചാർജർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ റെഗുലേറ്റർ IC ഉപയോഗിക്കുന്നത്. ഇനി ഈ ബക്ക് കൺവെർട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു DC സോക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീമെയിൽ DC സോക്കറ്റ്. ഇവിടേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് 19 വോൾട്ട്. ഈ സോക്കറ്റും വന്ന് പ്ലസ് കണക്ഷൻ എടുത്തിട്ട് ഈ സ്വിച്ച് വലിക്കും. സ്വിച്ചും വന്നുള്ള ഔട്ട് എടുത്തിട്ട് ഈ റെഗുലേറ്റർ ICയുടെ 1ാമത്തെ കാലിൽ സോൾഡർ ചെയ്യുക. ഈ 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ ICയുടെ 2ാമത്തെ കാല് മൈനസാണ്. അവിടെ നിന്ന് ഒരു വയർ എടുത്ത് സോൾഡർ ചെയ്തിട്ട് ഈ DC സോക്കറ്റിൻ്റെ മൈനസിലേക്ക് സോൾഡർ ചെയ്യുക. അതുമ്പോൾ തന്നെ ഒരു മൈനസ് എടുത്ത് ബക്ക് കൺവെർട്ടറിൻ്റെ ഇൻപുട്ട് നെഗറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കാം. റെഗുലേറ്റർ ICയുടെ 3ാമത്തെ ലെഗ്, അവിടെയാണ് ഔട്ട്പുട്ട്. അവിടെയാണ് 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നത്. അത് നേരെ വോൾട്ടോമീറ്ററിലേക്ക് കൊടുക്കാം. അത് വോൾട്ടോമീറ്ററിലേക്കുള്ള സപ്ലൈ ആണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയഗ്രാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വോൾട്ടോമീറ്ററിൻ്റെ മഞ്ഞ വയറും വോൾട്ട് മെഷർ ചെയ്യുന്ന മഞ്ഞ വയറും അതുപോലെ ഇതിൻ്റെ ഈ സ്വിച്ചും വന്ന് ഒരു വയർ സോൾഡർ ചെയ്തിട്ട് രണ്ടും കൂടിയും ഷോർട്ട് ചെയ്തിട്ട് ഈ ബക്ക് കൺവെർട്ടറിൻ്റെ ഇൻപുട്ടിലെ പ്ലസ് പോയിൻറ്റിൽ കണക്ട് ചെയ്യുക. അതുപോലെ DC സോക്കറ്റിൽ നിന്നുള്ള മൈനസ് വയർ ഇതിൻ്റെ ഇൻപുട്ടിലെ മൈനസിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇൻപുട്ടിലെ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി ഔട്ട്പുട്ടിലേക്ക് 2 ബനാന സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഈ വോൾട്ടോമീറ്ററിൻ്റെ ആ വണ്ണം കൂടിയ റെഡ് വയർ എടുത്തിട്ട് ബനാന സോക്കറ്റിൻ്റെ നെഗറ്റീവിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക. ഇത് ഔട്ട്പുട്ട് നെഗറ്റീവാണ്. അതിനുശേഷം വോൾട്ടോമീറ്ററിൻ്റെ വണ്ണം കൂടിയ ബ്ലാക്ക് വയർ എടുത്തിട്ട് ബക്ക് കൺവെർട്ടറിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ടിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു വയർ എടുത്ത് വോൾട്ടോമീറ്ററിൻ്റെ മഞ്ഞ വയർ എടുത്തിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിപ്പിരിച്ച് ഈ ബനാന സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക.
വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വർക്ക് ബാക്കിയുണ്ട്. ഈ 2 പൊട്ടൻഷ്യോമീറ്ററിൽ മീറ്ററിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലത്തെ മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കേണ്ടി വരും. സാധാരണ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വൈൻ റേഞ്ച് ഇതിൽ 0 വോൾട്ടേജ് കിട്ടുന്നില്ല. അതായത് ഇപ്പം നമ്മൾ ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് 1.2 വോൾട്ട് അതുപോലെ 3 വോൾട്ട് 4 വോൾട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ആ ചെറിയ പോയിൻ്റ് വോൾട്ടേജ് നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് കയറും, വോൾട്ടേജ് കയറും. ഇപ്പോൾ 1 കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 2 അങ്ങനെയൊക്കെ ആണ് വരുന്നത്. പക്ഷേ ഈ മൾട്ടി ടൺ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോയിൻ്റ് വരെ നമുക്ക് ഇതിൽ ലഭിക്കും. ഇത് ഓൺലൈനിൽ നിന്ന് ലഭ്യമാണ്. ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കറൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധാ പൊട്ടൻഷ്യോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൽ 47K ആണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 10K ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വില വ്യത്യാസമുണ്ട്. ഇതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത് 19 വോൾട്ടിൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. അപ്പോൾ ഈ 19 വോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 19 വോൾട്ടിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാം. അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഡൗൺ കൺവെർട്ടറിൽ ഉപയോഗിക്കുന്ന കാരണം താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൽ 30 വോൾട്ടിൻ്റെ 7 ആംപിയറിൻ്റെ ഒക്കെ പവർ സപ്ലൈ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും കിട്ടുക. 150 Hz 200 Hz ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ 30 വോൾട്ടിൻ്റെ പവർ സപ്ലൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 24 വോൾട്ട് എൻ്റെ ബാറ്ററി വരെ ചാർജ് ചെയ്യാം. അതുപോലെ ഇതിൽ 19 വോൾട്ട് വെച്ചേക്കണ കാരണം ഈ 12 വോൾട്ട് വരെ ഇതിൽ ചാർജിങ് നടക്കുള്ളൂ. 1.2 വോൾട്ട് ലിഥിയം ബാറ്ററി മുതൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി, ലിഥിയം ബാറ്ററിയും ലെഡ് ആസിഡ് ബാറ്ററിയും നമുക്കിതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു 12 വോൾട്ടിൻ്റെ LED ബോർഡാണ്. ഇതൊരു 700 മില്ലി ആംപിയറിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ട്. വോൾട്ടേജ് ഒന്ന് 12 വോൾട്ടിലൊന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു 9 വാട്ടിൻ്റെ LED ബൾബ് കണക്ട് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ഒരു 600 മില്ലി ആംപിയർ ഇത് കറണ്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 6 വോൾട്ട് സെറ്റ് ചെയ്യാം. 6 വോൾട്ടിലെ ഒരു DC മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അത് എത്ര കറണ്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇതൊരു 2.2 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട്. ഇത് 1.2 വോൾട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററിയാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം.
അതിന് തന്നെ നമുക്കിതിൽ ആംബിയർ സെറ്റ് ചെയ്യാനായിട്ട് ഇത് ഔട്ട്പുട്ടിൻ്റെ 2 വയർ ഷോർട്ട് ചെയ്തതിന് ശേഷം പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് 2 ആംബിയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 1.4 വോൾട്ടിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് 1.2 ആംബിയറിൽ ചാർജിങ് കിടക്കുന്നുണ്ട്. ഇനി ബാറ്ററി ചാർജ് ആയി വരുമ്പോൾ ഈ 1.2 എന്നുള്ളത് കുറഞ്ഞ് ലാസ്റ്റ് 0 ആകുമ്പോഴത്തേനും ഇതിൻ്റെ ബാറ്ററി ഫുള്ളായിരിക്കും. ബാറ്ററി ഏകദേശം ഫുള്ളായിട്ടുണ്ട്. 1.38 വോൾട്ടേജ് ആയിട്ടുണ്ട് ബാറ്ററിയിൽ. ഇനി അതുപോലെ നമുക്ക് 3.7 വോൾട്ടേജ് നമുക്ക് ചാർജ് ചെയ്യാം. ഇവിടെ 3.7 വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ തീരെ വോൾട്ടേജ് ഇല്ല, 1.3 അത്രയാണ് കാണിച്ചത്. ഇത് ഒരു മോട്ടർ 6 വോൾട്ടിൻ്റെ ഒരു മോട്ടർ കുറേ നേരം വർക്ക് ചെയ്യിച്ചിട്ട് ഫുൾ ഡൗൺ ആയി പോയതാണ്. അപ്പോൾ ഇത് ചാർജിന് ഇടാം, കുറച്ച് സമയം എടുക്കും ചാർജ് എടുക്കുമ്പോൾ. ഇതുപോലെ വയർ ഷോർട്ട് ചെയ്ത് നമുക്ക് ആംബിയർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2.5 ആംബിയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വോൾട്ടേജും അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ വോൾട്ടേജ് 4.2 സെറ്റ് ചെയ്യണം. ഇനി ബാറ്ററി കണക്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ് 2.1 ആംബിയറിൽ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 790 മില്ലി ആംബിയർ വരെ എത്തി നിൽക്കുകയാണ്. ലാസ്റ്റ് ഇപ്പോൾ ഇത് 0 ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. .3 വോൾട്ട് ആയിട്ടുണ്ട്. ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഇത് 12 വോൾട്ടിൻ്റെ 28 Hൻ്റെ ബാറ്ററിയാണ്. ഇതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ വോൾട്ടേജും ആംബിയറും സെറ്റ് ചെയ്തിട്ട് ബാറ്ററി കണക്ട് ചെയ്യാം. .7 ആംബിയറിലും അതുപോലെ 13.2 വോൾട്ടിലും ആണ് ഇപ്പോൾ വോൾട്ടേജും ആംബിയറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററി കണക്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം.
ബാറ്ററി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ ആംബിയറിൻ്റെ അവിടെ 0 കാണിക്കുമ്പോൾ ബാറ്ററി ഫുള്ളാവും. അപ്പോൾ നമുക്ക് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.